എൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നിബുദ് ആൽക്കമിസ്റ്റൻ ചാനലിലേക്ക് ഒരു കിടിലോസ്കി നമസ്കാരം ആയിക്കട്ടെ. ഒരു കിടുക്കാച്ചി കായ്പോള റെസിപ്പി കേട്ടോ. അതായത് മലബാർ സൈഡുകൾ ഈവനിങ് ഉണ്ടാക്കുന്ന ഒരു കിടുക്ക സ്നാക്സാണ് കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന കിടുക്കായിട്ട് പിള്ളേർക്കൊക്കെ സ്കൂളിൽ ഉണ്ടാക്കി കൊടുക്കാനും വൈകുന്നേരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കിടുക്കായിട്ട് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാട്ടോ. അപ്പോൾ അതിനാദ്യം തന്നെ ചെയ്യുന്നത് 2 നല്ല പഴുത്ത ഏത്തപ്പഴം എടുക്കുക. പഴുത്ത ഏത്തപ്പഴം എടുത്ത് ഇതുപോലെ അവൻ്റെ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞ് അവനെ നല്ല സ്റ്റൈലാക്കി എടുക്കുക. എന്നിട്ട് ഇവനെ 4ആയിട്ട് അങ്ങ് കീറുക. കത്തി വെച്ചത് ഇതുപോലെ സ്റ്റൈലായിട്ട് 4ആയിട്ട് കീറുക. കാരണം ഇവനെ ചെറിയ പീസായിട്ട് കീറണം. ആ കീറുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വിതറാനും അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഈ കായ്പോളയ്ക്ക് പറയുന്ന പേരെന്നാന്നും കൂടി അടിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താമെങ്കിൽ വലിയ ഉപകാരമൊക്കെ എൻ്റെ ചങ്ങാതിമാരെ. ഇതുപോലെ 4ആയിട്ട് കീറിയ ശേഷം ഇതുപോലെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് അവനെ ചെറുതായിട്ട് കുനുകുനാന്നങ്ങരിയുക. നല്ല സ്റ്റൈലായിട്ട് അവനെ കുനുകുനാന്നരിയുക. അവനെ അങ്ങ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ശേഷം അവനെ അങ്ങ് മാറ്റി വെച്ച ശേഷം അടുത്ത കലാപരിപാടിയാണ് നമ്മൾ നല്ല സ്റ്റൈലായിട്ട് തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ ഒരു പാൻ എടുത്ത് ചൂടാക്കാൻ വെക്കുക. പാൻ ചൂടായ ശേഷം അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് നെയ്യ് വെച്ച് കൊടുക്കുക. ആവശ്യത്തിന് നെയ്യ് വെച്ച് കൊടുക്കുക. അതിട്ട് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. കാഷ്യൂനട്ട് ഏകദേശം ഒരു പരുവായി വരുമ്പോഴേക്ക് അതിലേക്ക് ബ്ലാക്ക് കിസ്മിസോ വൈറ്റ് കിസ്മിസോ ഏതായാലും ഒരു കുഴപ്പമില്ല, അതിലിട്ടങ്ങ് നല്ലോണം മൂപ്പിക്കുക. അവനും ഏകദേശം ഒരു മൂത്ത് പരുവായി വരുമ്പോഴേക്ക് മാറ്റി കോരിങ്ങ് വെക്കുക. ഇതുപോലെ എന്നിട്ട് ബാക്കിയുള്ള നെയ്യിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇതിലിട്ട് നല്ലോണം അങ്ങ് റോസ്റ്റ് ചെയ്യുക. ഒരു പരുവത്തിൽ റോസ്റ്റ് ചെയ്യാമല്ലോ, ഓവറായിട്ട് റോസ്റ്റ് ചെയ്യല്. അവനൊന്ന് നല്ല പരുവത്തിനൊന്ന് റോസ്റ്റാക്കി ഇതുപോലെ ഈ കളറാകുന്നവരെ ഒന്ന് റോസ്റ്റാക്കി നല്ല സ്മെല്ല് വരും. ആ സമയത്ത് ആ നെയ്യിലെയും ഏത്തപ്പഴത്തിനും കൂടെ നല്ല സ്മെല്ലാകുന്ന രീതിയിലാക്കി വയ്ക്കുക. എന്നതിന് ശേഷം അടുത്ത കലാപരിപാടിയാണെങ്കിൽ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു 4 മുട്ട അങ്ങ് പൊട്ടിച്ചിടുക. 4 മുട്ട അങ്ങ് പൊട്ടിച്ചിടുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളത് നമ്മൾ കിടുക്കാച്ചി അച്ചാറുകളുണ്ട്. എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. പഴയ വീഡിയോ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കിടപ്പുണ്ട്. വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ കിടുക്കാച്ചി അച്ചാറുകൾ വീട്ടിലെത്തും. എന്നിട്ട് അതിലേക്ക് ഇച്ചിരി ലേശം ഏലക്കാപ്പൊടി, ലേശം കസ്റ്റ പൗഡർ ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ പഞ്ചസാര ഇത് പൗഡറാക്കി ഇട്ടിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ലേശം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. പാലും കൂടെ ഒഴിച്ച ശേഷം അവനെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് അടിച്ച് പതപ്പിച്ചൊരു പരുവാക്കുക. പഞ്ചസാര പൗഡറാക്കി ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ പെട്ടെന്ന് മെൽറ്റ് ആകാൻ വേണ്ടി കേട്ടോ. അല്ലെ മെൽറ്റ് ആകാൻ ബുദ്ധിമുട്ടാണ്. അതിന് നിങ്ങൾ മിക്സിക്കകത്തിട്ട് നല്ലോണം പൗഡറാക്കി എടുത്തിട്ട് ഒരു മറിച്ചാൽ മതി. സംഭവം പഞ്ചസാര പൗഡർ കിട്ടും. എന്നിട്ട് ഇതുപോലെ നല്ല അടിച്ച് പതപ്പിച്ചൊരു പരുവാക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇടുക. അതുപോലെ തന്നെ കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവനെ സ്ലോ മോഷനിലങ്ങ് മിക്സ് ചെയ്യുക. ഇതുപോലെ സ്ലോ മോഷനിലങ്ങ് മിക്സ് ചെയ്യുക. ഇവൻ ഏകദേശം മിക്സാക്കി സെറ്റാക്കി വെച്ച ശേഷം അവനെ അങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത കലാപരിപാടിയാണ് സ്റ്റൈലായിട്ടങ്ങ് ഇതുപോലെ തീ പിടിപ്പിക്കുക. അതിനുശേഷം പാൻ എടുത്ത് ചൂടാക്കാൻ വെക്കുക. പാനൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് ഇതിങ്ങനെ സ്ലോ മോഷനിലങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച ശേഷം ഇവനെങ്ങ് നല്ല സ്റ്റൈലായിട്ടങ്ങ് പരത്തി വെക്കുക. എല്ലാ സൈഡിലും മൂലയ്ക്കൊക്കെ ആയിട്ടങ്ങ് പരത്തി വെക്കുക. എന്നിട്ട് ഒരു നല്ല അടപ്പ് വെച്ച് മൂടി വെക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് സ്ലോ ഫയറിൽ വേണം ഇവനെ വേവിക്കാൻ വേണ്ടി. ഇനി അഥവാ ഇങ്ങനെ ഇല്ലേലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്ത് സെറ്റാക്കുകയും ചെയ്യാം. അപ്പോൾ കരിഞ്ഞു പോകാതെ കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഏകദേശം ഇവനൊന്ന് കുക്കായി കഴിയുമ്പോഴേക്ക് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റുക. എന്നിട്ട് ഇതുപോലെ കട്ടിംഗ് ബോർഡിൽ വെച്ച് അവനെ നല്ല സ്റ്റൈലായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്ന സമയത്ത് അച്ചാറുകൾ ഓർഡർ ചെയ്യാൻ മറക്കല്ലേ. കിടുക്ക അച്ചാറുകളൊക്കെ ഉള്ള സംഭവം നമ്പർ നമ്മുടെ പഴയ വീഡിയോക്കകത്ത് കിടപ്പുണ്ട്. ഓർഡർ ചെയ്തോ വരുത്തുക, കഴിക്കുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എൻ്റെ ചങ്ങാതി ഒരു പിടുത്തം പിടിക്കുക. എൻ്റെ സ്മെല്ലാണെന്ന് പറയും. ഈ സാധനമൊക്കെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് പിള്ളേർ വരുമ്പോൾ ഉണ്ടാക്കി തകർത്തിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ.